सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान शुरू हो रहा है सोमवार 5 जनवरी से हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. ഇവന്റെ അടുത്തുനിന്ന് കിരീടവും വാളും എങ്ങനെ കൊണ്ടുപോകണമെന്നൊന്ന് ആലോചിക്കേ. പൊളിച്ചെടുത്തല്ലോ. നിനക്ക് ഇപ്പോഴും വാളും കിരീടം എടുക്കണം എന്നാണല്ലേ? ഇവിടെ ജീവൻ തന്നെ അപകടത്തിലാണ്, അറിയോ? നമ്മൾ ദിലാവർ ഖാന് വാക്ക് കൊടുത്തിട്ടുണ്ട്. വാക്ക് നമുക്കൊരിക്കലും തെറ്റിക്കാൻ പറ്റില്ല. അതെന്ത് തന്നെ സംഭവിച്ചാലും ശരി. ചിങ്കം സാറേ, ഗസീറ്റാറാം, ഇത് ഡാൻസ് കളിക്കാനുള്ള സമയമല്ല. ആ സെന്റോർ വരുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. ഞങ്ങള് ഡാൻസ് കളിക്കല്ല, ഞങ്ങളുടെ ശരീരം മുഴുവനും എന്തോ ചൊറിഞ്ഞ് കടിക്കുന്നുണ്ട്. ദേ ആ ഫോട്ടോയിലേക്ക് നോക്കി അറിയാൻ പറ്റും ഇവറ്റകൾക്കൊക്കെ തീ ഭയങ്കര പേടിയാണെന്ന്. നമ്മൾ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ. ദേ കണ്ടില്ലേ, 2 കല്ല് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കല്ലുകള് തീ ഉണ്ടാക്കാനായിരിക്കാം ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതെടുത്തിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും തീ ഉണ്ടാക്കാൻ നോക്കാം. ദേ വേഗം കത്തിക്ക്. എന്റെ അമ്മോ, തീ കത്തിക്കുന്നത് വെടിവെക്കുന്ന പോലെ എളുപ്പ പണിയല്ലേ? ഞാൻ ഇപ്പൊ തന്നെ കത്തിച്ച് കാണിച്ചു തരാം. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ചട്ക അത് തൊട്ട് പുറകെ തന്നെ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യണം. ഓ, ഇതിനുള്ള പരിഹാരം ഞാൻ കാണിച്ചു തരാന്നേ. ഇതോ ഈ ലൈറ്ററിന്റെ കാര്യം ആദ്യം എന്താ പറയാഞ്ഞേ? പിന്നെ കണ്ടോളാം. എല്ലാവരും ചാടിക്കോ. എന്റെ അമ്മോ, ഷർട്ട് പാന്റ് എല്ലാത്തിനകത്ത് കേറിയല്ലോ. ഭയങ്കര ചോർച്ചില്. മനുഷ്യൻ ചൊറിഞ്ഞു വല്ലാത്തൊരു അവസ്ഥയിലായി പോയി. ഇത്ര നേരമായിട്ട് നിങ്ങൾ ലേറ്ററുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഓ, എന്റെ ചങ്കുകളെ, ഇനി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു തവണ കൂടി ഇതിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ഞാനിതെടുത്ത് കളയും, പറഞ്ഞേക്കാം. നമ്മുടെ സ്വപ്നം പൂർത്തിയായിരിക്കുന്നു. അവസാനം നമ്മൾ ഈ സ്വർണ്ണ നഗരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി പെട്ടെന്ന് പോയിട്ട് ആ കിരീടവും വാളും കരസ്ഥമാക്കിയാൽ മതി. പിന്നെ നഗരം മുഴുവനും ഉണരും. പിന്നെ നമ്മുടെ അടിമകളായി തീരും അവര്. നമ്മൾ ജീവനോടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ നഗരം നമുക്ക് സ്വന്തമായിരിക്കണം. എവിടെ പോവുകയാ? നിൽക്കാൻ! നിങ്ങൾ ഇവിടെ വന്നത് ഒട്ടും തന്നെ ശരിയായില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വർണം കൊണ്ടുപോകാൻ കഴിയില്ല. അതെ, ഞങ്ങൾ സ്വർണം കൊണ്ടുപോകാൻ വേണ്ടി ഒന്നുമല്ല വന്നത്. ഞങ്ങൾ ഇവിടെ ദിലാവർ ഖാന്റെ പാരമ്പര്യ കിരീടവും വാളും കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കിരീടവും വാളും ഞങ്ങളുടേതാണ്. അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ നിന്നോട് നുണയാ പറഞ്ഞത്. ഞാൻ തന്നെയാണ് ഇവിടുത്തെ രാജാവ് യാക്കോബ. പക്ഷെ ദിലാവർ ഖാൻ പിന്നെന്തിനാ നമ്മളോട് അങ്ങനെ പറഞ്ഞത്? ആ കിരീടവും വാളും അദ്ദേഹത്തിന്റെ അച്ഛൻ്റെതാണെന്ന്. ആ ദിലാവർ ഖാൻ പറഞ്ഞതൊക്കെ തന്നെ നുണയാണ്. അവൻ ഇതറിയാമായിരുന്നു. ആരാണോ ഈ കിരീടം ധരിച്ച് ഈ വാള് കൈക്കലാക്കുന്നത് അവന്റെ അധീനതയിലായിരിക്കും ഈ നഗരം മുഴുവൻ എന്ന്. ഓ, നഗരം മുഴുവനും ഒരാൾക്ക് മാത്രം എങ്ങനെ സ്വന്തമാകും? ഒരു മന്ത്രവാദി എന്നെ ചതിച്ചത് കൈക്കലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഞാൻ അയാളെ കൊല്ലുകയാണുണ്ടായത്. മരിച്ചു പോകുന്നതിന് മുമ്പ് അവൻ അവന്റെ മന്ത്രസിദ്ധി കൊണ്ട് ഈ നഗരത്തിലെ ജനങ്ങളെ മുഴുവൻ കൽപ്രതിമകളായി മാറ്റി എനിക്ക് ഇങ്ങനെ ഒരു രൂപവും തന്നു. എന്നിട്ടൊരു ശാപവും പറഞ്ഞു, എനിക്കൊരു കാലത്തും ഈ കിരീടം ധരിക്കാൻ സാധിക്കില്ലെന്ന്. ആര് ഈ കിരീടം ധരിക്കുന്നുവോ അയാൾ ഈ നഗരത്തിന്റെ രാജാവാകും. ഇവിടുത്തെ ജനങ്ങൾ കൽപ്രതിമയിൽ നിന്നും മനുഷ്യരൂപം ധരിച്ച് അയാളെ രാജാവായി വാഴ്ത്തും. ഇത് വലിയൊരു ചതിയാണ്. ആ ദിലാവർ ഖാന്റെ അടുത്തുനിന്ന് ഇങ്ങനൊരു ചതി കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഞാൻ ആ ദിലാവർ ഖാനെ വെറുതെ വിടൂല. ഇതെന്താ സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ദിലാവർ ഖാൻ നിങ്ങളെ പിന്തുടർന്ന് ഇവിടെ എത്തിച്ചേർന്നു എന്നാണ്. അവൻ ആ കിരീടം ധരിച്ചെന്നാണ് തോന്നുന്നത്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവനെ അനുസരിച്ചേ മതിയാകൂ. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. വരൂ, വേഗം വാ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. മഹാരാജാവ് നീനാൾ വാഴട്ടെ. വരൂ വരൂ എന്റെ സുഹൃത്തെ,
മോട്ടു പത്ലു, നിങ്ങൾ വളരെ ധീരരാണല്ലോ. എടോ കൂട്ടുകാരെന്ന് മാത്രം പറയല്ലേ, നിനക്ക് ഞങ്ങളുടെ ശത്രുവാകാനുള്ള യോഗ്യത പോലുമില്ല. നീ ഞങ്ങളോട് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു നീ. നിർത്തൂ. ഇവിടെ എനിക്കാണ് ആധിപത്യം. ഇവിടത്തെ നിയമവും ഞാനാണ്. മോട്ടു, നീ എന്റെ സൗഹൃദം വിച്ഛേദിച്ചത് നന്നായില്ല. ഇന്നെനിക്ക് കാണണം നീ എത്ര വലിയ ധീരനാണെന്ന്. ഈ യാക്കോബായെ ഏറ്റുമുട്ടണം. നീ ജയിച്ചാൽ നിനക്ക് തിരിച്ചു മടങ്ങാം. പക്ഷെ തോറ്റാൽ പറയണ്ടല്ലോ. ഇല്ല, ഇത് ശരിക്കുള്ളൊരു പോരാട്ടമല്ല. ഞാൻ യുദ്ധം ചെയ്യാൻ പത്ലു. ഈ യുദ്ധം അത്യാവശ്യമാണ്. ഇത് നന്മയ്ക്കും തിന്മയ്ക്കും ഇടയ്ക്കുള്ള യുദ്ധമാണ്. എന്നാൽ വിജയിക്കുന്നത് അവസാനം നന്മ തന്നെ ആയിരിക്കും. പത്ലു, നീ പോ. ഇത് എനിക്കുള്ളതാണ്. ഇല്ല മോട്ടോ, ഇല്ല. നീ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ ഈ പത്തിലും ഉണ്ടാവും. സാബാഷ്. സുഹൃത്തുക്കളാണ്, ഇങ്ങനെ വേണം. എങ്കിൽ ആരംഭിക്കട്ടെ. കൂട്ടുകാരാ, നീ എനിക്ക് മാപ്പുത. എനിക്ക് മഹാരാജാവിന്റെ ആജ്ഞ അനുസരിക്കാതെ പറ്റില്ല. പത്ലു, പോ ഇവിടുന്ന്. മോട്ടു, പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടോ, ഈ കയറ് പിടിച്ചോ. ഇത് അവന്റെ പുറത്ത് കെട്ടിയിട്ട് അവന്റെ മുകളിൽ ഇരുന്ന് സവാരി ചെയ്യ്. യാക്കൂബാ, കലക്കി മോട്ടു. യാക്കൂബാ, നേരെ മഹാരാജാവ് ദിലാവർ ഖാന്റെ അടുത്തേക്ക് പോകൂ. നിൽക്കരുത്. നീ എവിടെ കൊണ്ടുപോയാലും ഞാൻ അവിടെ വരും. അവർ രണ്ടുപേരും എന്തിനാണ് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത്? നിക്കാൻ പറയൂ ഖാൻ. യാക്കോബ, അവിടെ നില്ല്. എന്റെ ആജ്ഞയാണ് അവിടെ നിൽക്കാൻ. മോട്ടു മഹാരാജാവും നീണാൾ വാഴട്ടെ. നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ മഹാരാജാവ്. ഇല്ല ഇല്ല, ഇത് തെറ്റാണ്. ഇത് വൻ ചതിയാണ്. ചതിച്ച് എന്റെ കിരീടം തട്ടിയെടുത്തതാണ്. ഞാനാണ് രാജാവ്. പിടിക്കാ രാജ്യദ്രോഹിയെ. ഏയ്, അവിടെ നിൽക്കാൻ. നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ദിലാവർ ഖാൻ, എവിടെ വരെ നീ ഓടിപ്പോകും? അതിലിരിക്കരുത്. കിരീടമില്ലാതെ അതിലിരിക്കരുത്. ഞാൻ ഇരുന്നു പോയല്ലോ. ഇനിയിപ്പോ ഇത് എന്റേതാണ്. ഞാനാണ് രാജാവ്. രാജാവ് ഞാനാണ്. ഇതെന്തായി സംഭവിക്കണേ? ഇതെന്താ സംഭവിക്കുന്നത്? കൊട്ടാരം മുഴുവൻ ഇളകി മറിയുവാണല്ലോ. എന്താ സംഭവിക്കുന്നത്? രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കണേ. ദിലാവർ ഖാൻ, എന്നെ രക്ഷിക്കൂ. ഗുലേബ കവാലി, ഖാൻ, എന്നെ രക്ഷിക്കൂ. ഗുലേബ കവാലി.
ഇല്ല. രക്ഷപ്പെടുത്ത് മോട്ടു പത്ലു, എന്നെ രക്ഷപ്പെടുത്ത്. ആ സിംഹാസനത്തിൽ കിരീടമില്ലാതെ ഇരിക്കുന്നത് തെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷയും അയാൾക്ക് ലഭിച്ചു. മോട്ടു മഹാരാജ്, ഇനി നിങ്ങൾക്ക് ആ സിംഹാസനത്തിൽ ഇരിക്കാം. യാക്കൂബ, നിങ്ങളാണ് ഇവിടുത്തെ രാജാവ്. നിങ്ങൾ വേണം ഈ കിരീടം ധരിക്കുവാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് അണിയിച്ചു തരാം. ഹാ. മോട്ടു പത്ലു, ഒരുപാട് നന്ദിയുണ്ട്. നീ എനിക്ക് ശാപമോക്ഷം നൽകിയിരിക്കുന്നു. എന്നെയും എന്റെ നഗരത്തെയും രക്ഷിച്ചു. എത്ര നന്ദി പറഞ്ഞാലും അത് കൂടുതലാകില്ല. യാക്കൂബ, നീയാണ് ഇവിടുത്തെ ശരിക്കുള്ള രാജാവ്. ഞങ്ങൾ ഇവിടുത്തെ അതിഥികൾ മാത്രമാണ്. ഞങ്ങളുടെ ജോലി കഴിഞ്ഞിരിക്കുക. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോവാൻ പോവുക. എത്ര സ്വർണം വേണമെങ്കിലും നിങ്ങൾ ഇവിടെ നിന്നും എടുത്തുകൊള്ളൂ. എല്ലാം നിങ്ങളുടേത് തന്നെ. വേണ്ട യാക്കൂബ, വേണ്ട. ഞങ്ങൾക്ക് സ്വർണങ്ങൾ ഒന്നും വേണ്ട. എങ്കിൽ കുറച്ചു നാളത്തേക്ക് എന്റെ അതിഥിയായി ഇരുന്നുകൂടെ? താങ്ക് യു. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ സ്വർണ്ണ നഗരത്തിൽ താമസിച്ചിട്ടേ ഇല്ല. സ്വർണ്ണ പേസ്റ്റിൽ പല്ല് തേക്കും, സ്വർണ്ണ കട്ടിലിൽ കിടന്നുറങ്ങും, സ്വർണ്ണ ഉടുപ്പിടും, സ്വർണ്ണ രുചിയിൽ ആഹാരം കഴിക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.